ദൈവത്തിന്റെ നിയമം അന്യമായി കണക്കാക്കപ്പെട്ടു എന്ന ശീർഷകത്തിലുള്ള പ്രബോധനത്തിന് കീഴിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം തന്റെ നിയമങ്ങൾ ഏകപക്ഷീയമായി സ്ഥാപിച്ചില്ല, മറിച്ച് നമ്മുടെ ഭാവി മഹത്വത്തിനും സന്തോഷത്തിനും വേണ്ടിയായിരുന്നു. അവിടുന്ന് തന്റെ നിയമങ്ങൾ, കൽപ്പനകൾ, ഉടമ്പടി എന്നിവ സ്ഥാപിച്ചതിന്റെ കാരണം ഇതാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നാം എപ്പോഴും ദൈവവചനം പഠിക്കണം. ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന് നമ്മുടെ സന്തോഷത്തിനായി എല്ലാത്തരം കഷ്ടപ്പാടുകളും സ്വമനസ്സാൽ സഹിച്ച് കുരിശ് ചുമക്കാൻ മടിക്കാത്ത പിതാവിനെയും മാതാവിനെയും കുറിച്ച് നാം ചിന്തിക്കുമ്പോഴെല്ലാം ഈ പുതിയ നിയമം വെറുതെ ഒരു ചട്ടമായി നാം കാണരുത്. ദൈവം ആരംഭത്തിങ്കൽ തന്നെ അവസാനവും മുൻകൂട്ടി കാണുകയും തന്റെ മക്കളുടെ സന്തോഷത്തിനായി സകലവും നടപ്പിലാക്കുകയും ചെയ്തു. ഇപ്പോൾ കൊറിയൻ സംസ്കാരം ലോകമെമ്പാടും വ്യാപിക്കുന്നില്ലേ? അതിന്റെ വശങ്ങളിൽ കൊറിയൻ ഭാഷയുടെ എഴുത്തുരീതിയായ ഹങ്കുൾ ശ്രദ്ധ നേടുന്നു. ഇപ്പോൾ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ കഴിയാത്ത ഈ കമ്പ്യൂട്ടർ യുഗത്തിലെ ഏറ്റവും മികച്ച ലിപിയാണ് ഹങ്കുൾ എന്ന് ആളുകൾ പറയുന്നു. അതിനു മുമ്പ് തന്നെ ഹങ്കുൾ നിലവിലുണ്ടായിരുന്നു, ശരിയല്ലേ? മുമ്പും നിരവധി ആളുകൾ ഹങ്കുൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഈയിടെയാണ് അതിന്റെ മികവ് അംഗീകരിക്കപ്പെട്ടത്. പുതിയ നിയമത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. പിതാവും മാതാവും എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുക. അധികം വൈകാതെ ലോകം അതിന്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയും. എന്തുകൊണ്ടാണ് നിങ്ങൾ ശബ്ബത്തും പെസഹയും ആചരിക്കേണ്ടതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല, എന്നാൽ വളരെ വേഗം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കും. അതിനാൽ ഇപ്പോൾ അധ്യാപകരുടെയും സ്ഥലത്തിന്റെയും കുറവ് കാരണം കൊറിയൻ ഭാഷയുടെ കോഴ്സുകൾ തിരക്കേറിയതാണ്. ഇത് ഒരു താൽക്കാലിക പ്രതിഭാസമല്ല. ചില പണ്ഡിതന്മാർ എല്ലാ ഭാഷകളും അപ്രത്യക്ഷമായേക്കാം, പക്ഷേ ഹങ്കുൾ അവസാനം വരെ അതിജീവിക്കും, പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ അതിന് നിലനിൽക്കാൻ കഴിയും എന്ന് പറയുന്നു. ഈ കൃത്രിമ ബുദ്ധിയുടെ യുഗത്തിൽ പോലും ഹങ്കുൾ മാത്രം ഒരിക്കലും മരിക്കുകയില്ല എന്നും അവർ പറയുന്നു. ലോകം അതിനെ എങ്ങനെ പ്രശംസിക്കുന്നുവെന്ന് ചിന്തിക്കുക. ആളുകൾ ഹങ്കുൾ പഠിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഇന്ന് ഹങ്കുളിനെ കുറിച്ച് പ്രശംസിക്കാൻ ശ്രമിക്കുകയല്ല. പുതിയ നിയമത്തിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സ്ഥിതി. ഇത് ചരിത്രത്തിലുടനീളം മറച്ചുവച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്നു തന്നെ പുതിയ നിയമത്തിന്റെ സത്യം ഏറ്റവും ശ്രേഷ്ഠമാണെന്നും മനുഷ്യരാശി കൈവശം വയ്ക്കേണ്ട ആത്മീയ ധാർമ്മികത അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും ആളുകൾ തിരിച്ചറിയും. അതിന്റെ മൂല്യം അംഗീകരിക്കപ്പെടുന്ന ദിവസങ്ങൾ വിദൂരമല്ല. അതുകൊണ്ട് നമുക്ക് അല്പം ശക്തിയുണ്ടെങ്കിലും എല്ലാ രാജ്യത്തും സഭകൾ സ്ഥാപിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും പിതാവും മാതാവും നമ്മെ പ്രാപ്തരാക്കിയിരിക്കുന്നു. ഈ സഭ ബൈബിളിലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു, ദൈവത്തിന്റെ എല്ലാ ഉപദേശങ്ങളും നിറവേറ്റാൻ പരിശ്രമിക്കുന്നു. വൈകാതെ തന്നെ ലോകത്തിലെ എല്ലാ ആളുകളും ഈ രീതിയിൽ ദൈവസഭയെ ശരിയായി മനസ്സിലാക്കും. അതിനാൽ ഇന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണം അന്യമായി കണക്കാക്കപ്പെട്ടു എന്ന ശീർഷകത്തിലുള്ള ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകം അതിനെ അപ്രസക്തമായ ഒന്നായി കരുതുന്നുണ്ടെങ്കിലും നമ്മുടെ കൈവശമുള്ള സത്യത്തിൽ നമുക്ക് അഭിമാനം ഉണ്ടായിരിക്കണം. എത്ര സ്വാധീനം ചെലുത്തുന്ന ആളുകളാണെങ്കിലും
അവരുടെ ബാഹ്യരൂപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ഭാവിയിൽ പുതിയ നിയമത്തിന്റെ ശക്തി എങ്ങനെ പ്രയോഗിക്കുമെന്ന് ദൈവത്തിന് അറിയാമെന്നതിനാൽ നാം ഒരിക്കലും പുതിയ നിയമത്തിൽ കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുതെന്നും അത് അവസാനം വരെ ശുദ്ധമായി കാത്തുസൂക്ഷിക്കണമെന്നും എപ്പോഴും അവിടുത്തെ വചനത്തിൽ വസിക്കണമെന്നും അവിടുന്ന് ഊന്നിപ്പറയുന്നു. നമ്മുടെ സന്തോഷത്തിനായി പിതാവും മാതാവും സ്ഥാപിച്ച പഴയ നിയമത്തിലെ ചട്ടം ഉണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ നിയമം നൽകപ്പെട്ടിരുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മനുഷ്യർക്ക് നൽകിയ പുതിയ നിയമത്തിന്റെ ചട്ടം ഉണ്ടായിരുന്നു. അവയെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കൊത്തിവയ്ക്കാം. ഹാങ്കുളിന്റെ ചരിത്രം വളരെ ദൈർഘ്യമേറിയതാണ്. എന്നിരുന്നാലും കൃത്രിമ ബുദ്ധിയുടെയും കമ്പ്യൂട്ടറുകളുടെയും യുഗം വന്നപ്പോൾ കൂടുതൽ ആളുകൾ ഹങ്കുളിന്റെ മികവിനെ വിലമതിക്കാൻ തുടങ്ങി. തൽഫലമായി സർവകലാശാലകളിൽ ഹാങ്കുൾ കോഴ്സുകൾ നൽകപ്പെട്ടാലും അവ എല്ലായ്പ്പോഴും തിരക്കേറിയതായിരിക്കും. അതുപോലെ തന്നെ വളരെ വേഗം അനേകം ആളുകൾ പുതിയ നിയമത്തിൽ സന്തോഷിക്കുകയും സത്യം അന്വേഷിക്കുന്ന കൂടുതൽ ആത്മാക്കൾ സിയോനിലേക്ക് വരികയും ചെയ്യും. അതിനാൽ നാം ഏത് പ്രലോഭനങ്ങളെ അഭിമുഖീകരിച്ചാലും ദൈവത്തിന്റെ പ്രമാണങ്ങളെ അന്യമായി നാം ഒരിക്കലും പരിഗണിക്കരുത്. നമുക്ക് ദാനിയേൽ 7-ാം അധ്യായം 25-ാം വാക്യം നോക്കാം. ദാനിയേൽ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ യഥാർത്ഥ സഭയെയും വ്യാജസഭയെയും കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് രക്ഷിക്കപ്പെടാനിരിക്കുന്ന സഭയും രക്ഷിക്കപ്പെടാത്ത സഭയും. ദാനിയേൽ 7-ാം അധ്യായം 25-ാം വാക്യം. അവൻ അത്യുന്നതനായവൻ വിരോധമായി വമ്പു പറയുകയും. അത്യുന്നതൻ എന്നത് ദൈവത്തെയല്ലേ പരാമർശിക്കുന്നത്? ആരാണ് ദൈവത്തിനെതിരെ സംസാരിക്കുന്നത്? അത് പിശാചല്ലേ? അതുകൊണ്ടാണ് ശത്രു എന്ന പദം എപ്പോഴും പിശാചിന്റെ മുമ്പാകെ പ്രത്യക്ഷമാകുന്നത്. അത്യുന്നതനായവന്റെ മറ്റെന്താണ് ഇവിടെ പറയുന്നത്? വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും. പിശാചായ സാത്താൻ ദൈവത്തിന്റെ ജനത്തിന്മേൽ കഷ്ടത വരുത്താൻ ഈ ഭൂമിയിലുള്ള ആരെയെങ്കിലും എപ്പോഴും പ്രകോപിപ്പിക്കുന്നു. സൃഷ്ടിയുടെ അവസാനം കാണുന്ന ദൈവം ഈ വസ്തുത വെളിപ്പെടുത്തുകയും ദാനിയേൽ പ്രവാചകനിലൂടെ അത് രേഖപ്പെടുത്തുകയും ചെയ്തു. അവൻ അത്യുന്നതനായവൻ വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും. വേറെ എന്താണ് ഇവിടെ പറയുന്നത്? സമയങ്ങളെയും നിയമങ്ങളെയും എന്താണ് ചെയ്യുന്നത്? മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ നിശ്ചിത സമയങ്ങളും നിയമങ്ങളും മാറ്റാൻ അവൻ ശ്രമിക്കുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ നിശ്ചിത സമയങ്ങളും നിയമങ്ങളും മാറ്റാൻ ആരാണ് ശ്രമിക്കുന്നത്? ദൈവമാണോ അതോ ദൈവത്തെ എതിർക്കുന്ന സാത്താനാണോ? ദൈവം തന്റെ നിശ്ചിത കാലങ്ങളെയും നിയമങ്ങളെയും മാറ്റുന്നില്ല. എന്നിരുന്നാലും അവയെ മാറ്റാൻ സാത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ നിരവധി സഭകൾ കടൽ തീരത്തെ മണൽത്തരി പോലെ ദൈവത്തിന്റെ നിശ്ചിത സമയങ്ങളും നിയമങ്ങളും യഥാർത്ഥത്തിൽ അനുസരിക്കുന്നുണ്ടോ? അതോ ദൈവം കൽപ്പിക്കാത്ത ഉപദേശങ്ങൾ ഉപയോഗിച്ച് അവർ അവയെ മാറ്റിക്കളഞ്ഞ? അവർ ബൈബിളിനെ പിന്തുടരുന്നുണ്ടോ ഇല്ലയോ എന്ന് വിവേചിച്ചറിയുന്നതിലൂടെ യഥാർത്ഥ സഭയും വ്യാജസഭയും രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും അവർ ദൈവത്തിൻ്റേതാണോ അതോ പിശാചിൻ്റേതാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും, ശരിയല്ലേ? സാത്താൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റി. ആത്യന്തികമായി അവൻ ദൈവത്തിന്റെ നിയമത്തെ മാറ്റി. തന്റെ മക്കളുടെ സന്തോഷത്തിനായി തന്റെ മരണം വരെ ദൈവം പുതിയ നിയമം സ്ഥാപിക്കുകയും അത് പാലിക്കുവാൻ തന്റെ സ്വർഗീയ മക്കളോട് ആജ്ഞാപിക്കുകയും ചെയ്തു, ശരിയല്ലേ? അതിനാൽ ദൈവമക്കൾക്ക് ദൈവഹിതം പാലിക്കാനുള്ള വഴി സാത്താൻ ഒരിക്കലും തുറക്കുന്നില്ല.
അവൻ വഞ്ചന പ്രചരിപ്പിക്കുന്നു. ദൈവത്തിന്റെ നിയമങ്ങൾ ജനങ്ങൾക്ക് പിന്തുടരാൻ കഴിയാത്ത വിധം അവയെ മാറ്റുവാൻ അവൻ ശ്രമിച്ചു. അതാണ് മനുഷ്യചരിത്രത്തിൽ സംഭവിച്ചത്. AD 321 ശബ്ബത്ത് ദിവസം ഞായറാഴ്ച ആരാധനയായി മാറ്റപ്പെട്ടു. AD 325 പെസഹയെ നീക്കിക്കളയുകയും കുരിശാരാധനയും ക്രിസ്തുമസ് പോലുള്ള ആചാരങ്ങൾ സഭകളിൽ ഈസ്റ്റർ മുട്ടയും ഈസ്റ്റർ ബണ്ണിയും പോലുള്ള അന്യമത ആചാരങ്ങൾ വിശ്വാസത്തിന്റെ ചില നല്ല ആചാരങ്ങൾ എന്ന മട്ടിൽ സഭകളിലേക്ക് വന്നു. അതിനാൽ ഉയിർപ്പ് ദിനത്തിൽ ആളുകൾ കട്ടിയായി വേവിച്ച മുട്ടകളിൽ വരയ്ക്കുന്നു. ഈ കട്ടിയായി വേവിച്ച മുട്ടകൾക്ക് ജീവനുണ്ടോ? ഈ അന്യമത ആചാരങ്ങൾ ദൈവത്തിന്റെ നിയമങ്ങൾ പോലെ സാത്താൻ തന്ത്രപൂർവം അവതരിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം ഇതിനെക്കുറിച്ച് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവൻ ലോകത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്നു. അതിനാൽ പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമുള്ള സത്യത്തിന്റെ പ്രകാശം ഉപയോഗിച്ച് നാം വേഗത്തിൽ അന്ധകാരത്തെ നീക്കം ചെയ്യുകയും നമ്മുടെ സന്തോഷത്തിനായി പിതാവും മാതാവും സ്ഥാപിച്ച പുതിയ നിയമത്തിന്റെ പാതയിലേക്ക് മനുഷ്യരാശിയെ ശരിയായി നയിക്കുകയും വേണം, ശരിയല്ലേ? ദാനിയേൽ 7-ാം അധ്യായത്തിൽ അവൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റാൻ ശ്രമിക്കുന്നു. വിശുദ്ധജനം ഈ സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയിലും അവന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവൻ ശക്തിയാൽ അധികാരം കൈയാളുകയാണെങ്കിലും പ്രവചനങ്ങൾ നമ്മോട് എന്താണ് പറയുന്നത്? നമുക്ക് 26-ാം വാക്യം നോക്കാം. എന്നാൽ ന്യായവിസ്താരസഭ ഇരുന്നുകൊണ്ട് അവന്റെ ആധിപത്യം എന്താണ് സംഭവിക്കുക? എടുത്തുകളഞ്ഞ് അന്തം വരെ നശിപ്പിച്ചു മുടിക്കും. അവന് ഒരിക്കലും വിജയിക്കാനാവില്ല. 27-ാം വാക്യം നമുക്ക് നോക്കാം. പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ ആർക്കാണ് ലഭിക്കുന്നത്? വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും, അതായത് സ്വർഗീയ മക്കൾക്ക്. അവന്റെ രാജത്വം നിത്യരാജത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. സ്വർഗീയ ജനങ്ങൾ എങ്ങനെയാണ് വിജയം കൈവരിക്കുന്നത്? അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ളവരാണെന്ന് വെളിപ്പാട് 14 അധ്യായത്തിൽ എഴുതിയിട്ടില്ലേ? അവർ സാത്താനിൽ നിന്നുള്ളവരല്ല. ഇന്ന് നിരവധി സഭകൾ ദൈവത്തിന്റെ നിയമം നിരസിക്കുകയും സാത്താൻ ഉണ്ടാക്കിയ നിയമത്തിന് കീഴിലായിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്വർഗീയ ജനമായ നമ്മുടെ കാര്യം എങ്ങനെയാണ്? നാം ദൈവത്തിന്റെ നിയമത്തിനുള്ളിൽ കൂടി വരുന്നു. തൽഫലമായി പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജത്വം നിത്യരാജത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാവരോടുമായി ഈ പ്രവചനം കാണുമ്പോഴെല്ലാം എന്റെ ഹൃദയമിടിപ്പ് കൂടും. അത്തരമൊരു മഹത്തായ പ്രവർത്തനത്തിന് നാം സാക്ഷ്യം വഹിക്കുന്നതിനാലാണത്. അതിനാൽ പുതിയ നിയമത്തിന്റെ സത്യത്തിൽ നമ്മെ നയിക്കുന്ന സ്വർഗീയ പിതാവിന്റെയും സ്വർഗീയ മാതാവിന്റെയും സ്നേഹത്തിൽ ദൈവത്തിന്റെ ഉപദേശങ്ങൾ പ്രമാണിച്ച് നാം ചിന്താശേഷിയും യോജിപ്പും ഉള്ളവരായിരിക്കണം. ആരുടെയൊക്കെ സ്വഭാവം പരുക്കനാവുകയും അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ദൈവവചനത്തിന്റെ കുറവ് കാരണം വീഴ്ചകൾ വരികയും ചെയ്യുന്നുവോ, അവർ തീർച്ചയായും ദൈവവചനത്താൽ ആവർത്തിച്ചുള്ള ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിന്റെ സ്വരൂപത്തിലേക്കു രൂപാന്തരപ്പെടുത്തണം. നാം എപ്പോഴും ലോകത്തിന്റെ രക്ഷയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ദൈവത്തെ പോലെ ആയിത്തീരുമ്പോൾ ഞാൻ പിതാവിനെയും മാതാവിനെയും പോലെയാകുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ലേ? നാം അവരുമായി സാദൃശ്യമുള്ളവരായിരിക്കണം. അപ്പോൾ സ്വർഗീയ ജനം ഒരിക്കലും പിതാവിന്റെയും മാതാവിന്റെയും വചനങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത്. അവിടുത്തെ വചനത്തിൽ കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ നാം അവിടുത്തെ ഹിതം പൂർണ്ണമായി അനുസരിക്കേണ്ടതല്ലേ? അതാണ് ദൈവേഷ്ടം.
നമുക്ക് സന്തോഷം കൊണ്ടുവരിക എന്നതാണ് ദൈവത്തിന്റെ ഹിതം എന്നതിനാൽ തന്റെ നിയമങ്ങൾ പാലിക്കാൻ അവിടുന്ന് നമ്മെ നയിക്കുന്നുവെന്ന് നാം ഒരിക്കലും മറക്കരുത്. നമുക്ക് വെളിപ്പാട് 22-ാം അധ്യായത്തിലേക്ക് പോകാം. വെളിപ്പാട് 22-ാം അധ്യായം 18-ാം വാക്യം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്തെന്നാൽ ഈ പുസ്തകം എന്നത് ബൈബിളാണ്. അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ബൈബിൾ ദൈവവചനത്തെ രേഖപ്പെടുത്തുന്നു. അതിനർത്ഥം ഇത് ദൈവവചനമാണ്. ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധനഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഇത് ആരുടെ ഹിതമാണ്? ദൈവഹിതത്തെക്കുറിച്ച് വെളിപ്പാട് 22-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്റെ യാഗത്തിലൂടെ തന്റെ മക്കളുടെ മഹത്തായ ഭാവിക്കായി ദൈവം സ്ഥാപിച്ച തത്വങ്ങൾ ബൈബിളിലായതിനാൽ ആരും ബൈബിളിനോട് ഒന്നും കൂട്ടുകയോ നീക്കിക്കളയുകയോ ചെയ്യരുത്. ഈ വാക്യങ്ങൾക്ക് അത്തരം ഒരു സുപ്രധാന സന്ദേശമുണ്ട്. ഇപ്പോൾ സ്വർഗീയ ജനത്തിന് ദൈവത്തിന്റെ നിയമങ്ങൾ എത്ര വിലപ്പെട്ടതാണെന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് ദാനിയേൽ 9-ാം അധ്യായം 5-ാം വാക്യം നോക്കാം. ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? തന്റെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുന്ന എന്തും ദുഷിച്ച പ്രവൃത്തികളും കലാപവുമാണെന്ന് ദൈവം ദാനിയേൽ പ്രവാചകനിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ മുന്നറിയിപ്പുണ്ടായിട്ടും ഇന്നത്തെ സഭകൾ ദൈവത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നുള്ള വ്യതിചലനങ്ങളെ നിസ്സാരമായി കണക്കാക്കുകയും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഇന്നത്തെ പ്രബോധനത്തിലെ ശീർഷകം പോലെ അന്യമായി കണക്കാക്കുകയും ചെയ്യുന്നു. നമുക്ക് ദാനിയേൽ 9-ാം അധ്യായം 8-ാം വാക്യം എടുക്കാം. നമുക്ക് 8-ാം വാക്യം വായിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കയാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടതു തന്നെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. നാം എന്താണ് ആചരിക്കാത്തത്? ന്യായപ്രമാണപ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. തത്ഫലമായി അവർക്ക് എന്താണ് സംഭവിച്ചത്? അവർ ലജ്ജയാൽ മൂടിയിരുന്നു. ആത്യന്തികമായി ഇസ്രായേല്യർക്ക് അവരുടെ പരമാധികാരം നഷ്ടപ്പെടുകയും തടവുകാരായിത്തീരുകയും അടിമകളായിത്തീരുകയും ചെയ്തു. 11-ാം വാക്യവുമായി തുടർന്നു പോകാം. ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കയാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണം നിരസിക്കുന്ന പ്രവൃത്തി ഒരു പാപമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ശരിയല്ലേ? നാം ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കണമെന്ന് ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടും ലോകം അവയെ അന്യമായി അതിനെ കാണുന്നു. ശബ്ബത്തിനെ വിശുദ്ധമായി ആചരിച്ചുകൊണ്ട് അതിനെ അനുസ്മരിക്കാൻ ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ ഏകപക്ഷീയമായി അതിനെ മാറ്റിമറിച്ചു. ഇത് ദൈവവചനമാണോ അതോ സാത്താനാൽ രൂപാന്തരപ്പെട്ട പാരമ്പര്യമാണോ? ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവവചനം തിരഞ്ഞെടുക്കണമെന്നത് വ്യക്തമാണ്. നമുക്ക് ഹോശേയ 7-ാം അധ്യായം 13-ാം വാക്യം നോക്കാം. ഹോശേയ 7-ാം അധ്യായം 13-ാം വാക്യം.
അവർ എന്നെ വിട്ട് ഓടിപ്പോയതുകൊണ്ട് അവർക്ക് അയ്യോ കഷ്ടം, അവർ എന്നോട് അതിക്രമം ചെയ്തുകൊണ്ട് അവർക്കു നാശം, ഞാൻ അവരെ വീണ്ടെടുപ്പാൻ വിചാരിച്ചിട്ടും. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ, ദൈവത്തിന് അവരെ രക്ഷിക്കണം. അവർ എന്നോട് ഭോഷ്കു സംസാരിക്കുന്നു. അവർ ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കാതെ കിടക്കയിൽ വെച്ച് മുറയിടുന്നു. അവർ ധാന്യവും വീഞ്ഞും നിമിത്തം ഒന്നിച്ചു കൂടുന്നു. അവർ എന്നോട് മത്സരിക്കുന്നു. ദൈവം മനുഷ്യരാശിയെ രക്ഷിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവർ ദൈവത്തിൽ നിന്ന് വ്യതിചലിച്ചു. ഞായറാഴ്ച ശബ്ബത്ത് ദിവസമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ദൈവത്തെ നിരസിക്കുകയും വ്യാജം സംസാരിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുമസ് യേശുവിന്റെ ജന്മദിനമാണ്. കുരിശ് ഒരു വിഗ്രഹമല്ല. അതിനാൽ അവർ എന്നിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു. അവർ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ അവർ നാശത്തെ അഭിമുഖീകരിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു. പഴയ നിയമത്തിലെ പ്രവാചകനിലൂടെ ഇന്നത്തെ സഭകളുടെ പ്രവചിക്കപ്പെട്ട അവസ്ഥയിലൂടെ ദൈവം നമുക്ക് ഇത് വെളിപ്പെടുത്തി. ഹോശേയ 8:1 അവർ എന്റെ നിയമത്തെ ലംഘിച്ച് എന്റെ ന്യായപ്രമാണത്തിനു വിരോധമായി. അവർ എന്താണ് ചെയ്തത്? അതിക്രമം ചെയ്തുകൊണ്ട് കാഹളം വായിൽ വയ്ക്കുക, കഴുകനെ പോലെ യഹോവയുടെ. എന്താണ് ഇവിടെ പറയുന്നത്? ആലയത്തിന്മേൽ ചാടി വീഴുക. ദൈവം ചൂണ്ടിക്കാണിക്കുന്ന രംഗത്തിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അവരുടെ സന്തോഷത്തിനും മഹത്തായ ഭാവിക്കും വേണ്ടി ദൈവം നിയമം സ്ഥാപിച്ചു. എന്നാൽ അവർ ദൈവത്തിന്റെ നിയമം എളുപ്പത്തിൽ നിരസിച്ചു. അവർ ശാരീരികമായി ശിക്ഷയൊന്നും നേരിടാത്തതിനാൽ അവർ ദൈവത്തിന്റെ നിയമം ലംഘിക്കുന്നത് തുടരുന്നു. നമുക്ക് 2-ാം വാക്യം നോക്കാം. അവർ എന്നോട്, ദൈവമേ, ഇസ്രായേലാകുന്ന ഞങ്ങൾ നിന്നെ അറിയുന്നു എന്ന് നിലവിളിക്കുന്നു. ഇസ്രായേൽ നന്മയായതിനെ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. ശത്രു അവനെ പിന്തുടരട്ടെ. അവരുടെ ശത്രു അവരെ പീഡിപ്പിക്കും എന്നാണ് ഇതിനർത്ഥം. അവർ രാജാക്കന്മാരെ വാഴിച്ചു, ഞാൻ മുഖാന്തരം അല്ലതാനും. ഞാൻ അറിയാതെ പ്രഭുക്കന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു. അവർ ഛേദിക്കപ്പെടേണ്ടതിന് വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും തങ്ങൾക്കു വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ഒരു മടിയും കൂടാതെ അവർ ഈ പ്രവൃത്തികൾ ചെയ്യുന്നു. നമുക്ക് 11-ാം വാക്യം എടുക്കാം. 8-ാം അധ്യായം 11-ാം വാക്യം. എഫ്രയീം പാപപരിഹാരത്തിനായി അനേകം യാഗപീഠങ്ങളെ ഉണ്ടാക്കിയതുകൊണ്ട് യാഗപീഠങ്ങൾ അവൻ പാപഹേതുവായി തീർന്നിരിക്കുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവനു 10,000 കൽപ്പനയായി എഴുതിക്കൊടുത്താലും അവ അപൂർവകാര്യമായി എണ്ണപ്പെടുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? അപൂർവകാര്യമായി എണ്ണപ്പെടുന്നു. ദൈവത്തിന്റെ ശബ്ബത്ത് ദിവസം അവർക്ക് അപ്രസക്തമാണ്. ദൈവത്തിന്റെ പെസഹ അവർക്ക് അന്യമായ ഒന്നാണ്. 3 പ്രാവശ്യമുള്ള 7 ഉത്സവങ്ങളും ദൈവത്തിന്റെ രക്തത്താൽ സ്ഥാപിക്കപ്പെട്ട പുതിയ നിയമവും ലോകത്തിലെ സഭകൾക്ക് അർത്ഥശൂന്യമായി തീർന്നു. നമുക്ക് ലൂക്കോസ് 22-ാം അധ്യായം 7-ാം വാക്യം നോക്കാം. ലൂക്കോസ് 22-ാം അധ്യായം 7-ാം വാക്യം. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഈ സംഭവങ്ങൾ പെസഹയിലാണ് നടന്നത്. നമുക്ക് 19-ാം വാക്യത്തിലേക്ക് പോകാം. പിന്നെ അപ്പം എടുത്തു വാഴ്ത്തിനുറുക്കി അവർക്ക് കൊടുത്തു, ഇതു നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു, ഈ പാനപാത്രം ആർക്കുവേണ്ടി? നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ഹോശേയ 8-ൽ ഞാൻ എന്റെ ന്യായപ്രമാണം അവനു 10,000 കൽപ്പനയായി എഴുതിക്കൊടുത്താലും എന്ന് ദൈവം പറയുന്നു. ലൂക്കോസ് 22-ാം അധ്യായത്തിൽ പുതിയ നിയമം നിങ്ങൾക്കായി ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. ഇവയെല്ലാം നിങ്ങളുടെ സന്തോഷത്തിനു വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടുന്ന് ഉദ്ദേശിച്ചത്. പുതിയ നിയമത്തെ അവർ അന്യമായ ഒന്നായി കണക്കാക്കുന്നതിനാൽ അവർക്ക് സ്വർഗരാജ്യത്തിന്റെ ഭാഗമാകുവാൻ കഴിയില്ല. ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പ്രസംഗിക്കുന്നതോ വചനം പഠിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ ആകട്ടെ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിൽ നാം ഒരിക്കലും അശ്രദ്ധരായിരിക്കരുത്.
അങ്ങനെ അവസാന ന്യായവിധി ദിനത്തിൽ തന്റെ ഹിതം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്നവരോട് ദൈവം എന്താണ് ചെയ്യുക? നമുക്ക് മത്തായി 7-ാം അധ്യായത്തിലെ യേശുവിന്റെ ഉത്തരം നോക്കാം. മത്തായി 7-ാം അധ്യായം 21-ാം വാക്യം. എന്നോട് കർത്താവേ, കർത്താവേ എന്നു പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നാം അവിടുത്തെ ന്യായപ്രമാണം പാലിക്കുക എന്നതാണ് ദൈവത്തിന്റെ ഹിതം. എന്നിരുന്നാലും സാത്താൻ ദൈവത്തിന്റെ നിശ്ചിത സമയങ്ങളും നിയമങ്ങളും മാറ്റുകയും അവൻ മാറ്റിയ ന്യായപ്രമാണം ആധികാരിക ഉപദേശം പോലെ പ്രത്യക്ഷമാക്കി. പലരും ഇപ്പോൾ ആ പാതയാണ് പിന്തുടരുന്നത്. എന്നിരുന്നാലും ഇത് ഒരിക്കലും സ്വർഗത്തിലേക്കുള്ള വഴിയല്ല. നിത്യശിക്ഷയിലേക്ക് സാത്താൻ നയിക്കുന്ന നിർഭാഗ്യത്തിന്റെ പാതയാണിത്. അതുകൊണ്ടാണ് ദാനിയേൽ 7-ാം അധ്യായത്തിൽ നിത്യനാശം അവന്റെ മേൽ വരുമെന്നാണ് പ്രവചിക്കപ്പെട്ടത്. നമുക്ക് 23-ാം വാക്യം നോക്കാം. അന്നു ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ. എന്താണ് അധർമ്മം? ദൈവം പഠിപ്പിച്ചതുപോലെ സ്വർഗത്തിലേക്കുള്ള പാത പിന്തുടരാതെ സ്വന്തം നിയമങ്ങൾ പാലിക്കുന്നവർ നിയമം ലംഘിക്കുന്നു. അവർ ശബ്ബത്ത് ദിനത്തിനു പകരം ഞായറാഴ്ച ആരാധന ആചരിക്കുന്നു, പെസഹയുടെ സ്ഥാനത്ത് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു, കുരിശിനെ ആരാധിക്കുന്നു തുടങ്ങിയവ. ഇന്ന് പല സഭകളും ഈ കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നു. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് ദൈവം പറയും. അതിനാൽ ഇതിനെക്കുറിച്ച് നാം അനേകരെ അറിയിക്കണം. അതുകൊണ്ടാണ് മത്തായി 28-ാം അധ്യായത്തിൽ, ആകയാൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ച പുതിയ നിയമം പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് ദൈവം പറയുന്നത്. പിതാവും മാതാവും നമുക്ക് കാണിച്ചു തന്ന ഒന്നാണ് സ്വർഗത്തിലേക്കുള്ള ഏക മാർഗം. നമുക്ക് ആവർത്തന പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യം നോക്കാം. ആവർത്തന പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യം. ആകയാൽ ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുകയും അവന്റെ എല്ലാ വഴികളിലും നടക്കുകയും അവനെ സ്നേഹിക്കുകയും നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണമനസ്സോടും കൂടെ സേവിക്കുകയും. വാക്യം 13. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നിന്റെ നന്മയ്ക്കായി പ്രമാണിക്കുകയും വേണം എന്നല്ലാതെ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കുന്നത് എന്ത്? നമ്മുടെ നന്മയ്ക്കായി ദൈവം എന്താണ് അനുവദിച്ചത്? ഇതല്ലേ ദൈവത്തിന്റെ നിയമങ്ങൾ? മനുഷ്യ ചിന്തകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതിയ നിയമത്തെ പാലിക്കണമോ വേണ്ടയോ എന്ന് നാം വിധിക്കരുത്. എന്നാൽ എന്തെങ്കിലും ദൈവത്തിന്റെ ന്യായപ്രമാണമാണെങ്കിൽ നാം അത് അനുസരിക്കണം. ഇത് ആരുടെ ഭാവിക്ക് വേണ്ടിയാണ്? നമ്മുടെ സന്തോഷത്തിനു വേണ്ടി ദൈവം സകലവും നിർണയിച്ചു. സ്വർഗരാജ്യം അടുത്തുവരികയാണ്. ഉഷ്ണമേഖല രാത്രികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് താപനില അനുഭവപ്പെടുന്നത് വിഷമകരമാണ്. അപ്പോൾ അഗ്നി തടാകത്തിന്റെ കാര്യം എങ്ങനെയാണ്? അതിന്റെ കൃത്യമായ താപനില കണക്കാക്കാൻ കഴിയില്ലെങ്കിലും അത് നിസ്സംശയമായും ഒരു പീഡനത്തിന്റെ സ്ഥലമാണ്. ധനികന്റെയും ലാസറിന്റെയും ഉപമയിൽ, ധനികൻ നിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കണമേ എന്ന് ചോദിച്ചു. ആ വേദന അത്ര കഠിനമാണ്. മാത്രമല്ല, അത് എത്ര നേരത്തേക്കുള്ളതാണ്. അവർ എന്നേക്കും കഷ്ടം അനുഭവിക്കും. ഈ ദിവസങ്ങളിൽ വളരെ ചൂടായതിനാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നിരുന്നാലും വർഷങ്ങൾ കടന്നു പോകുമ്പോൾ വേനൽക്കാലത്ത് എന്താണ് സംഭവിക്കുന്നത്? അത് കൂടുതൽ ചൂടാകുന്നു. അത് നമ്മുടെ ഭൗതിക ജീവിതത്തെ ഉപദ്രവിക്കുന്നു. അതിനാൽ ലോകം എത്രമാത്രം പീഡനത്താൽ നിറഞ്ഞ സ്ഥലമാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് അവർ ഞാൻ മരിച്ചാൽ ഞാൻ നരകത്തിൽ പോയിക്കൊള്ളാം എന്ന് നിസ്സാരമായി പറയുന്നത്.
നിങ്ങൾ കൂടുതൽ ആത്മാക്കളെ ഉണർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാ മനുഷ്യർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് ജീവിതം ആസ്വദിക്കാൻ കഴിയും. അത്തരമൊരു സന്തോഷകരമായ ഭാവിക്കായി നമുക്ക് കൽപ്പനകൾ നൽകിയതിന് പിതാവിനും മാതാവിനും നാം നിത്യമായ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്ന ഒരു അനുഗ്രഹീത ശബ്ദത്തായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.